ഓം ശാന്തി. ശാസ്ത്രവും ആത്മീയതയും, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി, ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കാനും ഒരു കാരണമുണ്ട്. ശാസ്ത്രം അഥവാ സയൻസ് നമ്മുടെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ വർദ്ധിച്ച് മനുഷ്യജീവിതം കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയാണ് ശാസ്ത്രം ഓരോരോ സംഭാവനകൾ തന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവിതത്തിൻ്റെ ഗതി സുഗമമാകാൻ, മനുഷ്യജീവിതം കുറച്ചുകൂടെ എളുപ്പമായി മാറാൻ വേണ്ടി ശാസ്ത്രം നമുക്ക് പലതും തരുന്നു. പക്ഷെ എന്നിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടിയെന്നല്ലാതെ സുഖം കൂടിയിട്ടില്ല, സന്തോഷം കൂടിയിട്ടില്ല, സ്നേഹം കൂടിയിട്ടില്ല, ശാന്തി കൂടിയിട്ടില്ല. ഇതിൻ്റെ എല്ലാം ശക്തി കുറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വസ്ഥത കുറഞ്ഞിരിക്കുന്നു. ഇത് സത്യമാണ്. സയൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭോഗവസ്തുക്കളെയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരും ഒരു അല്പം ശാന്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി അലയുന്ന അവസ്ഥ ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സയൻസിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പഠിക്കണം. സയൻസും സ്പിരിച്വാലിറ്റിയും കോർത്തിണക്കിക്കൊണ്ടൊരു ജീവിതം നമ്മൾ അഭ്യസിച്ചെടുക്കണം. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നോക്കൂ, ചില വിരോധാഭാസങ്ങൾ. ഒരു വശത്ത് മനുഷ്യൻ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് തൻ്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളെപ്പോലും കീഴടക്കുന്ന തരത്തിൽ, താൻ കാലുവെച്ച് നിൽക്കുന്ന ഭൂമിയെയും കീഴടക്കുന്ന തരത്തിൽ വളർന്നു വരുന്നു. മറുവശത്ത് അതേ മനുഷ്യൻ തന്നെ ഒരു സാധാരണ മൃഗം പോലും ചെയ്യാത്ത അത്രയും തരം താഴ്ന്ന അറിവില്ലായ്മകൾ കാണിക്കുന്നു. ഒരു വശത്ത് റോബോട്ടുകൾക്ക് ജീവനും ബുദ്ധിയും നൽകാൻ വേണ്ടി തലപോഞ്ഞ് ആലോചിക്കുന്നു. മറുവശത്ത് ജന്മസിദ്ധമായി ജീവനും ബുദ്ധിയും ഉള്ള മനുഷ്യൻ റോബോട്ടുകളെ പോലെ യാന്ത്രികമായി ജീവിക്കുന്നു. ഒരു വശത്ത് അന്യഗ്രഹങ്ങളിൽ ജീവന്റെ നിലനിൽപ്പിന് സാധ്യതയുണ്ടോ എന്ന് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് നമ്മൾ കാരണത്താൽ ഇവിടെ ഭൂമി എന്ന നമ്മുടെ ഗ്രഹത്തിൽ ജീവന്റെ നിലനിൽപ്പ് ഭീഷണിയിലായിരിക്കുന്നു. ഒരു വശത്ത് രോഗങ്ങളെ ചെറുക്കാൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് തലതിരിഞ്ഞ ജീവിത ശൈലി കാരണത്താൽ പുതിയ രോഗങ്ങൾ പെരുകുന്നു. ഒരു വശത്ത് ശരീരത്തിൻ്റെ DNA അടക്കമുള്ള സൂക്ഷ്മമായ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ശരീരത്തെ ചലിപ്പിക്കുന്ന അദൃശ്യ ചൈതന്യത്തെക്കുറിച്ച് ഒരു തരി പോലും അറിയാൻ സാധിക്കാത്തതിനാൽ മരണത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നു. ഒരു വശത്ത് ആകാശത്തിലെ അത്ഭുതങ്ങളെയും ആഴക്കടലിൻ്റെ ഉള്ളിലുള്ള പ്രതിഭാസങ്ങളെയും നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാതെ ജീവിതം യുദ്ധഭൂമിയാവുന്നു. ഇനിയൊരു വശത്ത് ലോകരാജ്യങ്ങൾ സമാധാനത്തിന് സന്ദേശം നൽകാൻ മത്സരിക്കുന്നു. മറുവശത്ത് അതേ രാജ്യങ്ങൾ മറഞ്ഞിരുന്നു കൊണ്ട് മാരകായുധങ്ങൾ കൂട്ടക്കൊലയ്ക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ദരിദ്രരും ദുഃഖിക്കുന്നു, ധനികരും ദുഃഖിക്കുന്നു. അതാണ് രസം. ഒരു വശത്ത് ഈശ്വരൻ ഒന്നാണെന്നും നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്, സഹോദരങ്ങളാണ് എന്നെല്ലാം പറയുന്നു. മറുവശത്ത് ഈശ്വരൻ്റെ പേരിൽ തന്നെ കലഹങ്ങൾ, സഹോദരങ്ങളെ കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. ചിന്തിക്കൂ. നമ്മളെല്ലാവരും പറയുന്നു നമ്മളൊക്കെ വികസനത്തിൻ്റെ പാതയിലാണ്, മനുഷ്യകുലം പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് അധകൃതമായിരുന്ന പ്രാകൃതമായൊരു വർഗമായിരുന്നു നമ്മൾ. ഇപ്പോൾ സയൻസ് എല്ലാം വളർന്നപ്പോൾ നമ്മൾ ഒരുപാട് പുരോഗമിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് പുരോഗമനം. പുരോഗമനം എന്ന് പറയുന്നത് ഒരു കുലം, ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ തന്നെ പുരോഗമനം എന്ന് പറയുന്നത് ആത്യന്തികമായ സമാധാനവും ശാന്തിയും സന്തോഷവും സംജാതമാണെങ്കിൽ മാത്രമേ നമുക്കതിന് പുരോഗമനം എന്ന് പറയാൻ പറ്റൂ. ബാക്കി കുറേ വസ്തുവൈഭവങ്ങൾ വളർന്നതുകൊണ്ട്, സൗകര്യങ്ങൾ വളർന്നതുകൊണ്ട്, പക്ഷേ എന്നിട്ടും മനുഷ്യൻ്റെ ജീവിതം കഷ്ടത്തിലായിരിക്കെ എന്ത് വളർന്നതുകൊണ്ടും നമുക്ക് മനുഷ്യകുലം പുരോഗമനത്തിൻ്റെ പാതയിലാണെന്ന് പറയാൻ പറ്റില്ല. ജീവിതത്തിന് 2 തലങ്ങളുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിലെ ഒരു തലമാണ് ഭൗതികമായ തലം, മറ്റൊരു തലമാണ് ആത്മീയമായ തലം അഥവാ മനുഷ്യൻ്റെ ആന്തരികമായ തലം, ചിന്താപരമായ തലം. ഇതിൽ നമ്മുടെ ഭൗതികമായ തലത്തിന് ആവശ്യമായ സാധന സാമഗ്രികളെ നിർമ്മിച്ചു തരുവാനും അതിനാവശ്യമായതിനെല്ലാം പൂർത്തീകരിച്ചു തരുവാനും മാത്രമേ സയൻസിനെ കൊണ്ട് കഴിയൂ. എന്നാൽ നമ്മുടെ ബുദ്ധിപരമായ, ചിന്താപരമായ, നമ്മുടെ എക്സ്പീരിയൻസ് തലത്തിൽ കിടക്കുന്ന വിഷയങ്ങളെ തൊട്ട് കളിക്കാൻ സയൻസിന് പറ്റില്ല.
സയൻസിൻ്റെ ചില സാമഗ്രികൾ ഉപയോഗിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് തലത്തിലേക്ക് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് നിങ്ങൾ കേൾക്കുന്നത് സയൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയം നിങ്ങൾ കേൾക്കുന്നത് സയൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങളൊരു സംഗീതം ആസ്വദിക്കുന്നത് സയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു സിനിമ കാണുന്നത് സയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. പലതിനും സയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസിനെ സയൻസിന് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിത്തരാൻ സയൻസിന് പറ്റില്ല. ഒരു ഉദാഹരണം കേൾക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു ഐപാഡിലോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ദിവസവും കേൾക്കുക. നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് ആ സന്തോഷത്തിൻ്റെ എക്സ്പീരിയൻസ് ആ പാട്ട് തരുന്നു സയൻസിൻ്റെ യന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ദിവസം, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ദിവസം, ആ സയൻസും ആ പാട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ തലം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതൊരു സയൻസിൻ്റെ വസ്തുവും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നില്ല. യു ക്യാൻ യൂസ് ദാറ്റ്, ഉപയോഗിക്കാം എക്സ്പീരിയൻസിന് വേണ്ടി. പല നല്ല എക്സ്പീരിയൻസിന് വേണ്ടി ഉപയോഗിക്കാം, മോശമായതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളുടെ അനുഭവ തലം എന്ന് പറയുന്നത് തികച്ചും നിങ്ങളുടെ പ്രൈവറ്റ് സ്വത്താണ്. ആ തലത്തെ സ്വാധീനിക്കുന്ന വിഷയമാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴേക്കും അതിനെ നമ്മൾ റിലീജിയൻ, മതമായിട്ടോ അല്ലെങ്കിൽ കുറേ റിച്വലായിട്ടോ പ്രാർത്ഥനയായിട്ടോ ഒന്നും എടുക്കരുത്. അതൊക്കെ സ്പിരിച്വാലിറ്റിയുടെ ഓരോ തലം തന്നെയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് സ്പിരിച്വാലിറ്റി എന്ന വാക്ക് നമ്മൾ ഇവിടെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ്റെ മാനസികമായ, ആത്മീയമായ, ആന്തരികമായ ഒരു തലം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയം നമുക്ക് എന്തിനാണ് ഇവിടെ ഉപകരിക്കുന്നത്? നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ രണ്ട് തലങ്ങളെയും ഈക്വലായിട്ട് ഒരേ പരിഗണനയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ആദ്യം ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ തലങ്ങൾ ഒരേ തരത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ നേരിട്ട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട്, പലരുടെയും മുന്നിൽ. എന്നാൽ ചിന്തിച്ചു നോക്കിയിട്ട് അവർ പറയുന്ന ഉത്തരം ഞങ്ങളുടെ രണ്ട് തലവും തുല്യമല്ല എന്ന് തന്നെയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ ചീകി മിനുക്കാനും അതിന് സ്പ്രേ അടിക്കാനും അതിന് വസ്ത്രങ്ങൾ വിധം അണിയാനും ആ മുഖത്ത് വെച്ച് പലതും തേക്കാനും അണിഞ്ഞൊരുങ്ങി നടക്കാനും നമ്മൾ ഒരുപാട് സമയം ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള അലങ്കാരങ്ങളും ശാരീരികമായിട്ടുള്ള മേക്കപ്പുകളും നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാനസികമായ എന്ത് അലങ്കാരം നമ്മൾ ചെയ്യുന്നുണ്ട്? ആന്തരികമായ എന്ത് മേക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ എത്ര പുഴുത്ത പുണ്ണുണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കുന്നില്ല. മുഖത്തൊരു പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എത്ര ഡോക്ടർമാരെ കാണും, എത്ര മരുന്നുകൾ ഉപയോഗിക്കും. അകം മുഴുവൻ പുണ്ണായി പോയാലും മനസ്സ് മുഴുവൻ ചീഞ്ഞു നാറിയാലും നമ്മൾ അതിനെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതാരും കാണില്ലല്ലോ. ആന്തരികവും ബാഹ്യവും. മുഖത്തൊരു പിമ്പിൾസ് വന്നാൽ സയൻസ് നമുക്ക് അതിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മരുന്നുണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു വ്രണം വന്നാൽ ആ വ്രണം ചീഞ്ഞു നാറാതിരിക്കാൻ നമുക്ക് ആത്മീയമായ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. മെഡിറ്റേഷൻ ആസ് എ മെഡിസിൻ എന്ന മഹാവാക്യം നമുക്ക് അവിടെയാണ് ഉപകാരപ്പെടുക. ഇന്ന് സയൻസ് വളർന്ന് മനുഷ്യൻ ഒരുപാട് ബുദ്ധിയായപ്പോൾ സ്പിരിച്വാലിറ്റി വേണ്ട എന്നും, ദൈവവും വേണ്ട, സ്പിരിച്വാലിറ്റിയും വേണ്ട, ആത്മാവും ഇല്ല, ദൈവവും ഇല്ല, അങ്ങനെ ഒരു നാസ്തികവാദത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും വളരെ അപകടമാണ്. സയൻസ് മനുഷ്യൻ്റെ ഭൗതിക ഭാഗം മാത്രമേ പൂർത്തീകരിച്ച് തരുന്നുള്ളൂ, സയൻസ് മാത്രം മതി ഈ ലോകത്ത് എന്ന് ചിന്തിക്കുന്നത് വെട്ടിത്തരമാണ്. നമ്മളൊക്കെ യന്ത്രങ്ങളായി മാറും. നമ്മളൊരു മരത്തടിയല്ല, നമ്മളൊരു കല്ലല്ല, നമ്മളൊരു കഷ്ണം പേപ്പർ പോലെയല്ല. നമ്മൾക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസുകൾ ആവശ്യമാണ്. ജീവിതത്തിലെ ആ അനുഭവ തലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആത്മീയത കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എത്ര വളർന്നാലും ഈ സ്പിരിച്വാലിറ്റിയുടെ തലത്തെ തെളിയിക്കുവാനോ കണ്ടെത്താനോ സയൻസിന് സാധ്യമായിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ സാധ്യമായേക്കാം. അത്രയും പ്യൂരിഫൈഡ് സയൻസ് ഭൂമിയിൽ വരികയാണെങ്കിൽ, അത്രയും പ്യൂരിഫൈഡ് ഇൻ്റലക്റ്റ് ഉള്ളവർ സയൻസിനെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ പല തലങ്ങളെയും സയൻസ് തന്നെ തെളിയിച്ചേക്കാം. പക്ഷേ ഇന്ന് വരയ്ക്കും സയൻസും സ്പിരിച്വാലിറ്റിയും രണ്ട് ധ്രുവങ്ങളായിട്ട് നിൽക്കുന്നു. പല സ്ഥലങ്ങളിലും പല നല്ല സയൻറ്റിസ്റ്റുകളും സ്പിരിച്വാലിറ്റി ഉള്ളവരായിരുന്നു. എല്ലാ സയൻറ്റിസ്റ്റുകൾക്കും സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തന്നെ പറയണം. കാരണം അവരുടെ മനസ്സ് ഏകാഗ്രമാവുന്നു എന്നുള്ളത് തന്നെ അവരിൽ ഒരു സ്പിരിച്വാലിറ്റിയാണ്. ഏകാഗ്രമാകാത്ത ഒരു ശാസ്ത്രജ്ഞനും ഉണ്ടായിരിക്കില്ല. എന്നാൽ സയൻസിൻ്റെ മേലെ അന്ധവിശ്വാസം വെച്ചുകൊണ്ട് സയൻസ് തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സയൻസ് മതി, സ്പിരിച്വാലിറ്റി വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സയൻസിൻ്റെ പിറകിൽ മാത്രം വിശ്വാസം ചെലുത്തുന്ന ആധുനിക സമൂഹം ചിന്തിക്കണം. ഇന്ന് വളർന്നു വരുന്ന പുതുതലമുറ ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത്, ആത്മാവിനെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് തന്നെ ഇതിനെല്ലാം സയൻറ്റിഫിക്കായിട്ട് വല്ല തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സയൻറ്റിഫിക്കായിട്ട് തെളിവില്ല. ഉണ്ടായേക്കാം,
എന്നാൽ എല്ലാവർക്കും ഈ ആത്മീയമായ കാര്യങ്ങൾക്കൊരു സയൻറ്റിഫിക് തെളിവ് കൊടുക്കാൻ കഴിയണമെന്നില്ല. സ്പിരിച്വാലിറ്റി തെളിയിക്കേണ്ടത് സയൻറ്റിഫിക് എവിഡൻസ്, സയൻറ്റിഫിക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടല്ല, ജീവിതം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇയാളൊരു നല്ല മനുഷ്യനാണ്, ഇത് എന്ത് സയൻറ്റിഫിക് എവിഡൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുക? എനിക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് ലവ്? എന്താണ് അതിൻ്റെ തെളിവ്? പ്രമാണം എന്താണ്? സ്നേഹത്തിന് എവിടെ തെളിവ്? എനിക്കിവിടെ നല്ല സുഖമുണ്ട്, എന്താണ് സുഖത്തിൻ്റെ തെളിവ്? എനിക്ക് തൃപ്തിയായി, എന്താണ് തൃപ്തിയുടെ തെളിവ്? ജീവിതത്തിലുണ്ടാവുന്ന എക്സ്പീരിയൻസുകളാണിതൊക്കെ. എനിക്ക് നല്ല വേദനയുണ്ട്, എന്താണ് ആ വേദനയ്ക്ക് തെളിവ്? ഇതെല്ലാം ജീവിതത്തിലെ ആന്തരികമായ തലങ്ങളാണ്. ആ തലങ്ങളെ നമുക്ക് ഒരു യന്ത്രം കൊണ്ടും കണ്ടെത്താൻ കഴിയില്ല. ഞാൻ നിങ്ങളൊരു വഴക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എത്ര വേദനിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഞാൻ അളക്കും? എനിക്കെൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഞാനെങ്ങനെ അളക്കും? അതെനിക്കും ആ കുഞ്ഞിനും അല്ലേ അറിയുള്ളൂ. എനിക്കേ ശരിക്കും അറിയൂ, ആ കുഞ്ഞിന് പോലും അതറിയില്ല. രണ്ടാമതൊരാൾക്ക് അറിയില്ല എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന്. എനിക്ക് തന്നെ അത് അളക്കാൻ പറ്റുമെന്നറിയില്ല. എൻ്റെ ഉള്ളുകൊണ്ട് എനിക്ക് എൻ്റെ സ്നേഹം അളക്കാൻ പറ്റുമോ? ഇല്ല. മെഷർമെൻ്റ് ഇല്ലാത്ത, തെളിവുകളില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പണം എടുത്തു നോക്കൂ. പണം, ലോകം മുഴുവൻ ഓടുന്നത് പണത്തിൻ്റെ പിറകിലാണ്. എന്താണ് പണം? കുറേ ആളുകൾ ചേർന്ന് ഒരു രാഷ്ട്രത്തിൽ ഒരു പേപ്പറിന് ഒരു വാല്യൂ നിർണയിച്ചു. എല്ലാവരും ചേർന്ന് ആ പേപ്പറിന് ആ വാല്യൂ നിർണയിച്ചപ്പോൾ അതൊരു വാല്യൂ ഉള്ള സാധനമായി. അല്ലാതെ അതിൻ്റെ പിറകിൽ എന്താ വാല്യൂ ഉള്ളത്? ഗവൺമെൻറ്റും മനുഷ്യനും ചേർന്ന് ഒരു വാല്യൂ കൽപ്പിച്ചത് കൊണ്ട് അതിൻ്റെ മേലൊരു വാല്യൂ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ കറൻസി? ചിന്തിക്കുക. എന്നിട്ട് അതിൻ്റെ പിറകിലല്ലേ ലോകം മുഴുവൻ പോകുന്നത്. എന്നാൽ സ്പിരിച്വാലിറ്റി എന്താ പഠിപ്പിക്കുന്നത്? നല്ല സദ്ഗുണമുള്ള മനുഷ്യനായി മാറുവാൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അറിവിൻ്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും അങ്ങനെയുള്ള ഭാവങ്ങളെ ഉണർത്തുവാൻ, ജീവിതം തനിക്കും തൻ്റെ ഒപ്പം ജീവിക്കുന്നവർക്കും ആസ്വാദ്യകരമാവുവാൻ, അതിലെന്തെല്ലാം നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതിനെല്ലാം ഇല്ലാതെയാക്കുവാനും, ജീവിതത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലെവലിനെ ഉണർത്തിയെടുക്കാനും, ഒരു നിയമാധിഷ്ഠിതമായ ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറിലേക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തെ കൊണ്ടുപോകാൻ. സിവിലൈസ്ഡ് ആയില്ലെങ്കിൽ, ഒരു നിയമാനുസൃതമായിട്ടുള്ള ചിട്ട നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ മൃഗങ്ങളും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാട്ടുപോത്തുകളെ കണ്ടിട്ടില്ലേ? അവരുടെ ഗ്രൂപ്പിലേക്ക് പുറമെ നിന്ന് ഏതെങ്കിലും ഒരു ജീവി വന്ന് ആക്രമിച്ചാൽ എല്ലാ കാട്ടുപോത്തുകളും കൂടെ അവിടെ പോയി ആക്രമിക്കും, തിരിച്ചാക്രമിക്കും. ഇതൊക്കെ മൃഗങ്ങളുടെ നിയമങ്ങളാണ്. മാനുഷിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആണ്. അല്ലാതെ എൻ്റെ രാജ്യം, എൻ്റെ രാജ്യത്തെ ആക്രമിക്കുന്നവരെ അങ്ങോട്ട് തല്ലുക, എൻ്റെ മതം, എൻ്റെ മതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ കൊല്ലുക, എൻ്റെ രാഷ്ട്രീയ പാർട്ടി, ഇങ്ങനെയുള്ള സങ്കുചിതമായ ചിന്താഗതി വരുമ്പോൾ മനുഷ്യൻ മൃഗീയമായി. അവിടെയാണ് പലരും സ്പിരിച്വാലിറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ആത്മീയത കൊണ്ടല്ലേ ഈ മതകലഹങ്ങൾ ഉണ്ടായത്, വർഗീയ കലഹങ്ങൾ ഉണ്ടായത്? അതൊന്നും ആത്മീയത കൊണ്ടുണ്ടായതല്ല. ആദ്യം ചിന്തിക്കണം. ആത്മീയത ഇല്ലായ്മ കൊണ്ടുണ്ടാവുന്നതാണ് ഇത്തരം കലഹങ്ങൾ. എവിടെ എന്ത് കലഹം നടക്കുന്നോ അവിടെ സ്പിരിച്വാലിറ്റി ഇല്ല എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി സ്നേഹത്തിൻ്റെ ഭാഷയാണ്, ശാന്തിയുടെ ഭാഷയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ കലഹത്തിൻ്റെ ഭാഷയല്ല. കലഹം എത്ര വലിയ ആത്മീയ ഉന്നമനത്തിലെത്തിയ ഒരാൾക്കും ഒരു ദിവസം കലഹമുണ്ടാക്കാൻ തോന്നിയെങ്കിൽ അന്ന് അയാൾ ആത്മീയതയുടെ ആ ഹയസ്റ്റ് സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയ ദിവസമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ പോകാൻ സാധിക്കുന്നത്. അത് വെച്ച് നമ്മൾ ടോട്ടൽ സ്പിരിച്വാലിറ്റിയെ മെഷർ ചെയ്യരുത്. ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ രോഗി മരിച്ചുപോയി എന്ന് വെച്ച് ലോകത്ത് ഇനി ഏത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താലും രോഗി മരിക്കുമോ എന്ന് ഭയക്കുന്ന പോലെയാണ്. ഒരു എഞ്ചിനീയർ പണിത പാലം പൊളിഞ്ഞു വീണു അർത്ഥം ലോകത്ത് ഒരു എഞ്ചിനീയർ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. സ്പിരിച്വാലിറ്റി അഭ്യസിച്ച് തോറ്റുപോയവരുണ്ടായേക്കാം. അതിൻ്റെ അർത്ഥം ലോകത്ത് സ്പിരിച്വാലിറ്റി എല്ലാം ചതിയാണെന്നോ തോൽവിയാണെന്നോ അല്ല. ആത്മീയത പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിയുടെയും അനുഭവ തലങ്ങളും ഓരോ വ്യക്തിയുടെയും ജീവിത പരീക്ഷണവുമാണ് സ്പിരിച്വാലിറ്റി. സയൻസ് എങ്ങനെയാണോ പരീക്ഷണം അതുപോലെ തന്നെ മനുഷ്യൻ എന്നത് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു ജീവിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് സയൻസും സ്പിരിച്വാലിറ്റിയും അംഗീകരിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായ തത്വങ്ങളാണ് സയൻസ്. അതുപോലെ ചിന്തിക്കുന്ന മനുഷ്യന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റു ചില തത്വങ്ങളാണ് സ്പിരിച്വാലിറ്റി. ഒരു മൃഗത്തിനെ ആത്മീയത പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു മൃഗത്തിനെ സയൻസും പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾക്ക് മനസ്സിലാവേണ്ടത്, പലരുടെയും വിചാരം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ ബന്ധപ്പെടുത്തി കിടക്കുന്ന ഭാഗവും സയൻസ് എന്ന് പറയുന്നത് ഒരു തരം പരീക്ഷണ നിരീക്ഷണങ്ങളെ ബന്ധപ്പെടുത്തി കിടക്കുന്ന ഭാഗവുമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, രണ്ടും ഒരു ഗവേഷണ ഭാഗം തന്നെയാണ്. സയൻസും സ്പിരിച്വാലിറ്റിയും ഗവേഷണം തന്നെയാണ്. സയൻസ് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിനുള്ള
പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ സ്പിരിച്വാലിറ്റി മനുഷ്യൻ്റെ മാനസിക തലത്തെ പരിഗണിച്ചുകൊണ്ട് അവൻ്റെ മാനസികമായ ആവശ്യങ്ങളെ നിയന്ത്രിക്കുവാനും ആവശ്യങ്ങളെ പരിഹരിക്കുവാനും വേണ്ടിയിട്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്പിരിച്വാലിറ്റി. അതുകൊണ്ട് സയൻസും സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ജീവിതം ഒരു കാറിൻ്റെ ഒരു സൈഡിലെ വീല് മാത്രമുള്ള പോലെയാണ്. മുന്നോട്ട് പോക്ക് ബുദ്ധിമുട്ടായിരിക്കും. അഥവാ സയൻസോ സ്പിരിച്വാലിറ്റിയോ ജീവിതത്തിൽ സ്ഥാനം കുറച്ച് പിടിച്ചാൽ അത് ഒരു വാഹനത്തിൻ്റെ ഒരു സൈഡിലെ ചക്രം വലിപ്പം കുറഞ്ഞ പോലെയാവും. വാഹനം വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. സയൻസിനും സ്പിരിച്വാലിറ്റിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുമ്പോഴേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ സ്പിരിച്വാലിറ്റി എത്ര നല്ല കാര്യമാണെങ്കിലും ആ സ്പിരിച്വാലിറ്റി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുവാൻ വേണ്ടി ഈ സയൻസിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, കമ്പ്യൂട്ടറിനെ, ഇൻ്റർനെറ്റിനെ എല്ലാം. അപ്പോൾ സ്പിരിച്വാലിറ്റിയും സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ സയൻസ് മെറ്റീരിയൽ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ മെറ്റീരിയൽ സയൻസിനെ യൂസ് ചെയ്യുന്നവർ സ്പിരിച്വൽ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. നിന്നില്ലെങ്കിൽ ഡേഞ്ചറാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി, മനുഷ്യൻ്റെ വെൽബീയിങ്ങിന് വേണ്ടി കണ്ടുപിടിച്ച ഇൻ്റർനെറ്റ് ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, മൊബൈലാവട്ടെ, വാട്സപ്പ് ആവട്ടെ, എന്താവട്ടെ, ഇതെല്ലാം മനുഷ്യൻ്റെ ഉപയോഗം ഒരുപാട് നടക്കുന്നുണ്ട് ഇതിലൂടെ. പക്ഷെ അതേ സാധനങ്ങൾ അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിയില്ലാത്തവർ അത് കയറി ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സൈബർ ക്രൈംസ് എത്രയാണ് നടക്കുന്നത്? ദുർവ്യയം മൂലം എന്തെല്ലാം പ്രശ്നമുണ്ടാകുന്നു? സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, നന്മയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഏത് സാധനത്തെ ഉപയോഗിച്ചാലും, അതൊരു കത്തിയാണെങ്കിലും ശരി, കത്തി പോലും സയൻസ് കണ്ടുപിടിച്ച് തന്നതല്ലേ, ഷാർപ്പ് എഡ്ജുള്ള കത്തി. അതൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ, ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഒരു മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കാൻ, കഴുത്ത് മുറിക്കാൻ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നവൻ്റെ മാനസിക തലമനുസരിച്ചിരിക്കും. അപ്പോൾ ആ മാനസിക തലത്തിന് എന്താ ട്രെയിനിങ് വേണ്ടേ? ഭൗതിക തലത്തിൽ മാത്രം പുരോഗമനം മതിയോ? ഭൗതിക തലം മാത്രം പുരോഗമനപ്പെടുകയും മാനസിക തലം പുരോഗമനപ്പെടാതെയും ഇരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം. ആണവശക്തി നോക്കൂ. ആണവശക്തി എത്ര നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതേ ആണവശക്തി ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടാക്കി വെച്ചത് നല്ല കാര്യമാണോ ചെയ്തു വെച്ചത്? ആൽക്കഹോൾ സയൻസ് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഭാവനയാണല്ലോ. ഈ ആൽക്കഹോൾ ഉപയോഗിച്ച് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മെഡിസിൻ ഫീൽഡിലെല്ലാം എത്ര ഉപയോഗപ്പെടുന്നു. ആൽക്കഹോളിൻ്റെ അനന്ത സാധ്യതകൾ എത്രയാണ്. പക്ഷേ തരം താഴ്ന്നവൻ ഈ ആൽക്കഹോൾ എടുത്ത് അകത്താക്കിയിട്ട് ഉപദ്രവകാരിയാവുന്നു. ആൽക്കഹോളാണോ അവിടെ പ്രശ്നം? അതോ തൻ്റെ ബോധം കളയാനായിട്ട് അത് ഉപയോഗിക്കുന്നവൻ്റെ ബുദ്ധിഹീനതയാണോ അവിടെ പ്രശ്നം? ചിന്തിക്കുക. സ്പിരിച്വാലിറ്റി ഇല്ലാതെ സയൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത്. ഇവിടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ 7 ഗുണങ്ങളുടെ സ്വരൂപമായി ജീവിക്കുക എന്നുള്ളതാണ്. സ്നേഹം, ജ്ഞാനം, ശാന്തി, ശക്തി, ആനന്ദം, സന്തോഷം, പരിശുദ്ധി. ഈ 7 ഗുണങ്ങളുടെ സ്വരൂപത്തിൽ ജീവിക്കുക. ഇത്രയേ ഉള്ളൂ സ്പിരിച്വാലിറ്റിയുടെ ഒരാകത്തുക എന്ന് പറയുന്നത്. മാത്രമല്ല സർവ്വഗുണങ്ങളുടെ സാഗരനായി ഈശ്വരനെ അംഗീകരിക്കുക. എൻ്റെ ഉള്ളിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ഈ ഗുണങ്ങൾക്കെല്ലാം ഒരു സ്രോതസ്, സർവ്വഗുണങ്ങളുടെയും സ്രോതസ്സായിരിക്കുന്ന, മഹാസാഗരമായിരിക്കുന്ന, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും എല്ലാം മഹാസാഗരമായിരിക്കുന്ന ഈശ്വരൻ. ഇങ്ങനെ ഒരു ആത്മീയത ഇല്ലാത്ത മതചിന്ത പോലും ഒരു മതവും അംഗീകരിക്കുന്നില്ല. മതങ്ങൾ പോലും അത്തരത്തിൽ ജീവിക്കാനാ പഠിപ്പിക്കുന്നത്. അത്തരത്തിലൊരു ആത്മീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത മതമാണ് മതഭ്രാന്തായി മാറുന്നത്. അതുകൊണ്ട് പ്യുവറായിട്ടുള്ള മതം പോലും പ്യുവർ സ്പിരിച്വാലിറ്റിയിൽ ഡിപ്പെൻഡഡ് ആണെന്നർത്ഥം. ഇനി മറ്റൊരു കാര്യം ചിന്തിക്കൂ. മനുഷ്യൻ ആദ്യം മൃഗങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു. കുതിരയും ആനയും നായയൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചു. പിന്നെ അവൻ കാളവണ്ടിയും കഴുതവണ്ടിയും കുതിരവണ്ടിയും ഉണ്ടാക്കിയിട്ട് അതിനെ വണ്ടി ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പഠിച്ചു. പിന്നെ അവൻ തന്നെ ചലിപ്പിക്കുന്ന രീതിയിൽ സൈക്കിൾ പോലെയുള്ള ഉപകരണങ്ങൾ പഠിച്ചു. പിന്നെ അതിന് യന്ത്രങ്ങൾ പഠിച്ച ആ യന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു, ഭൂമിയിലൂടെ ഓടാൻ. പിന്നെ വെള്ളത്തിലൂടെ ഓടുന്ന സാധനത്തിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. വായുവിലൂടെ പറക്കണ സാധനത്തിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ബഹിരാകാശത്തേക്ക് പറക്കണ സാധനത്തെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഇത്രയും നിയന്ത്രണങ്ങൾ മനുഷ്യൻ പഠിച്ചു. പക്ഷെ തൻ്റെ കാമത്തെ നിയന്ത്രിക്കാൻ, തൻ്റെ ക്രോധത്തെ നിയന്ത്രിക്കാൻ, തൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ, തൻ്റെ മോഹത്തെ, ലോഭത്തെ, അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ, തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പഠിച്ചില്ല. ഇത് സ്പിരിച്വാലിറ്റിയെ അവഗണിച്ചുകൊണ്ട് സയൻസിൻ്റെ പിറകിൽ പോയപ്പോൾ സംഭവിച്ചതാണ്. അഥവാ സ്പിരിച്വാലിറ്റിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മനുഷ്യകുലം ഭൗതികതയിൽ മുന്നേറിയിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യനത് സംഭവിക്കില്ലായിരുന്നു. ഇനി നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ വീണ്ടും വിചാരം ഉണ്ടാവണം, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ദയവ് ചെയ്ത് സ്പിരിച്വാലിറ്റി ഒരു വിശ്വാസമായി അവഗണിക്കാതെ, ഒരു വിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, അപമാനിക്കാതെ, സ്പിരിച്വാലിറ്റി സയൻസ് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു വശത്തെ സ്വാധീനിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനം, ആ ധ്യാനത്തിനുതകുന്ന ആത്മീയ ജ്ഞാനം, ഇതെല്ലാം ജീവിതത്തിൽ സമ്പാദിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാണ് സ്പിരിച്വാലിറ്റിയുടെ എവിഡൻസ്.
സയൻസ് എങ്ങനെയാണോ ഭൗതിക വിജ്ഞാനത്തിൽ ഭൗതികമായ എവിഡൻസ് തരുന്നത്, സ്പിരിച്വാലിറ്റിയിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയം, ജീവിതം പരിവർത്തനപ്പെട്ട് നന്മയിലേക്ക് തിരിയുന്നു. ഇതെല്ലാം തന്നെയാണ് സ്പിരിച്വാലിറ്റിയുടെ എവിഡൻസ്. ഒരു വ്യക്തി തന്നെയാണ് സ്പിരിച്വാലിറ്റിയിലെ എവിഡൻസ്. ആ വ്യക്തി ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ജീവിച്ചിരുന്ന കാലത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നിലവാരം എങ്ങനെയാണ്, അയാൾ എന്ത് ചിന്തിച്ചിരുന്നു, അയാൾ എങ്ങനെ സംസാരിച്ചിരുന്നു, എങ്ങനെ പെരുമാറിയിരുന്നു, ഓരോ വ്യക്തികളെയും കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു, അദ്ദേഹം എന്ത് കഴിച്ചിരുന്നു, എങ്ങനെ ഉറങ്ങിയിരുന്നു, ഇതിലൊക്കെ ഉണ്ടാവുന്ന മാറ്റമാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയ ശേഷം ആധ്യാത്മിക പഠനത്തിലൂടെ ആധ്യാത്മിക അഭ്യാസങ്ങളിലൂടെ മുന്നേറുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉന്നമനം, പേഴ്സണലി അവനവന് ഫീൽ ചെയ്യുന്നതും ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നതും എത്ര പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് തന്നെയാണ് സ്പിരിച്വാലിറ്റിയിലെ എവിഡൻസ്. വേറെ എവിഡൻസ് സ്പിരിച്വാലിറ്റിക്ക് തരാനില്ല. കാരണം സ്പിരിച്വാലിറ്റി ഒരു മനുഷ്യൻ്റെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ചെറിയ ചിന്തനം നമ്മുടെ ജീവിതത്തിൽ സയൻസും സ്പിരിച്വാലിറ്റിയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുകയുള്ളൂ. ഓം